നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ ചേന്നങ്കരിയിലുള്ള വഞ്ചിവീട് റെസ്റ്റോറൻറ്റിലാണ്. ഈ റെസ്റ്റോറൻറ്റ് പണിതിരിക്കുന്നത് കുട്ടനാടൻ കെട്ടുവള്ളത്തിൻ്റെ മാതൃകയിലാണ്. ബിൽഡറായ സുനീഷ് ചേട്ടനും സുഹൃത്ത് സിനുചേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യ സന്ധ്യയും ചേർന്നാണ് വഞ്ചിവീട് റെസ്റ്റോറന്റ് എന്ന സംരംഭം തുടങ്ങിയത്. 2023 ജനുവരിയിലായിരുന്നു വഞ്ചിവീടിന്റെ ആരംഭം. ഒരു വർഷം കൊണ്ട് തന്നെ വഞ്ചിവീട് ആളുകൾക്ക് പ്രിയങ്കരമായ ഫുഡ് സ്പോട്ടായി മാറി. ഇവിടെ വിളമ്പുന്ന ഭക്ഷണത്തിലെ രുചിപ്പെരുമ കൊണ്ട് മാത്രമല്ല, റെസ്റ്റോറന്റിന്റെ നിർമ്മാണത്തിലെ വ്യത്യസ്തതയും ആരെയും ആകർഷിക്കുന്ന പ്രകൃതി ഭംഗിയുമാണ് വഞ്ചിവീട്ടിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. വഞ്ചിവീടിന്റെ പാർട്ട്ണർമാരിൽ ഒരാളായ സന്ധ്യ ഇതിനോടകം നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു വനിതാ സംരംഭകയാണ്. 2016 പുനർജനി ഹോംസ് എന്ന പേരിൽ ഹോം സ്റ്റേ ആരംഭിച്ചുകൊണ്ടായിരുന്നു സന്ധ്യയുടെ സംരംഭക യാത്രയുടെ തുടക്കം. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ ഇതിനോടകം ഇവിടെ വന്ന് താമസിക്കുകയും വളരെ നല്ല അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തതോടെ ഒരു ടൂറിസം സംരംഭക എന്ന പേരിൽ സന്ധ്യയെ അറിഞ്ഞു തുടങ്ങി. 2021 കോവിഡ് കാലത്ത് പുനർജനി ഫുഡ്സ് എന്ന പേരിൽ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റും സന്ധ്യ ആരംഭിച്ചു. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി അഥവാ PMEGP പദ്ധതി പ്രകാരം വ്യവസായ വകുപ്പിന്റെ സഹായത്തോടെ 20 ലക്ഷം രൂപ ലോൺ എടുത്താണ് പുനർജനി ഫുഡ്സ് തുടങ്ങിയത്. വഞ്ചിവീടിനോട് ചേർന്ന് തന്നെ പുനർജനി ഫുഡ്സും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. തുടർന്നാണ് 2023 ജനുവരിയിൽ വഞ്ചിവീട് റെസ്റ്റോറന്റ് ആരംഭിച്ചത്. നേരിട്ടും അല്ലാതെയും 8 സ്ത്രീകൾ ഉൾപ്പെടെ 30 പേർക്ക് തൊഴിൽ നൽകുന്ന പ്രസ്ഥാനമാണ് കേവലം 1 വയസ്സ് മാത്രം പ്രായമുള്ള വഞ്ചിവീട് റെസ്റ്റോറന്റ് എന്ന സംരംഭം. സുനീഷ് ചേട്ടനും സിനുചേട്ടൻ്റെ മകൻ ആകാശാണ് കൂടെയുള്ളത്. നമുക്ക് ഇവരോട് ഈ റെസ്റ്റോറൻറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ ചേട്ടാ? ഇത് ഏതൊക്കെ മീനാണ്? ഇത് നെമ്മീനാണ്, ഫ്രഷ് നെമ്മീൻ. നമ്മൾ ചൂണ്ടക്കാരുടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുന്നതാണ്. അത് കാരി, കുട്ടനാട്ടിലെ ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ ഒരു ചെറിയ മീൻ. പിന്നെ ഇത് കരിമീൻ, കുട്ടനാടൻ കരിമീനാണ്. ഇത് വരാലത്തെ കറി, വറ്റക്കറി. ഇതെല്ലാം നമ്മുടെ കുട്ടനാടൻ ശൈലി കറികളാണ്. കുട്ടനാടൻ മുളകിട്ട കറി. ഇത് തലയാണ്, ഇത് തലക്കറി. ഇത് വാളക്കറി. ഇത് കുട്ടനാടൻ ആറ്റുവാള എന്ന നാടൻ വാള. ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന നാടൻ വാളക്കറിയൊക്കെ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടം. തലക്കറിയാണ്, തലക്കറിയും കപ്പയാണ് കൂടുതൽ പോകുന്നത്. കപ്പ, ഡക്ക് കറിയാണിത്. ഡക്ക് റോസ്റ്റ് ചെയ്യും. പിന്നെ ബീഫ് ഫ്രൈ, അത് കക്ക. ഇത് ഗ്രേവി, ഇത് ചെമ്മീൻ റോസ്റ്റ്. പിന്നെ ഇത് ബീഫ് കറി. ഊണ് കറികളൊക്കെയാണ്. പൊടികളെല്ലാം ഇവിടെ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പൊടികളാണ്. അതെ. യാതൊരുവിധ കെമിക്കലുകളൊന്നും, അജിനോമോട്ട അതുപോലുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതെന്നെ മീനാണ്. ഇത് കടൽ കാളഞ്ചി, തോട്ടപ്പള്ളിയിൽ നിന്ന് ചൂണ്ടക്കാരുടെ നിന്ന് വാങ്ങിച്ചത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് നമുക്കത് എടുത്ത് ഇവർ അന്നേരം തന്നെ ഇവിടുത്തെ കിച്ചണിൽ പാകം ചെയ്തു തരും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് തന്നെ പാചകം ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും ഭയങ്കര രസമാണ്. ഇതിനപ്പുറത്ത് പാടമാണ്. വഞ്ചിവീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് മാത്രമല്ല, ഇവിടെ വള്ളത്തിൽ യാത്ര ചെയ്യാം. എന്നൊക്കെയാണ് ഉള്ളത് ഇവിടെ? സ്പീഡ് ബോട്ട്, പിന്നെ ശിക്കാര വെള്ളമൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 8 പേരൊക്കെ കയറുന്ന സൈസ് ശിക്കാര വെള്ളം. അങ്ങനെ ഉള്ളതൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ കൂടുതലും വരുന്നത് ഇവിടെ നാട്ടിൻപുറത്തുള്ളവരാണോ അതോ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് കുട്ടനാട്ടിൽ വരുന്നുണ്ടല്ലോ? വരുന്നുണ്ട്. വിദേശത്തു നിന്നുള്ളവർ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് വരുന്ന പാടെ തന്നെ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ കയറിയിട്ട് പോകുന്നു. ഹോം സ്റ്റേ ഇവിടെ എത്ര റൂമാണ് ഉള്ളത്? 2 റൂമാണുള്ളത്. അപ്പം ഇവിടെ വന്ന് ആൾക്കാർ താമസിച്ച് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിക്കും. ഇനി വഞ്ചിവീട് റെസ്റ്റോറൻറ്റിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ആകാശ് തന്നെ പറഞ്ഞു തരും. ഒപ്പം നമുക്ക് ഫുഡ് കഴിക്കണം. നമുക്ക് ഏകദേശം എത്ര സീറ്റാണ് ഉള്ളത്? ഇവിടെ നമുക്കിപ്പോൾ ഒരു 30 to 35 സീറ്റ്സിന്റെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പം തോന്നി. മിററായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇനി വരെ ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ്. അതെ, കംപ്ലീറ്റ് AC. ലഞ്ചിനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. കാരണം ഫിഷ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലഞ്ച് കഴിക്കാനാണ് വരുന്നത്. ചോറും മീനും ആണ്. നമുക്ക് ഫിഷിന്റെ ഇപ്പം
കരിമീൻ, വരാല്, കാരി, ക്രാബ്, കൊഞ്ചി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ തന്നെ പല വെറൈറ്റി, ഫ്രൈ, പൊള്ളിച്ചത്, മസാല, മപ്പാസ് അങ്ങനത്തെ ഐറ്റംസ് ഏറ്റവും കൂടുതൽ പോകുന്നത്. എല്ലാം ലൈവാണ്. കുറച്ച് ഐറ്റംസ് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ മീൻ കറി, തലക്കറി അങ്ങനത്തെ ഐറ്റംസ് വെച്ച് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ഹോം സ്റ്റേ ഉണ്ട്, റിസോർട്ട് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. ബോട്ടിംഗ് നമുക്ക് നേരെ പുറകെ തന്നെ, നേരെ പുറകെ നമുക്ക് റിവർ വ്യൂ ഡൈനിങ്ങും ഉണ്ട്. ഇപ്പം ആൾക്കാർക്ക് ആറിൻ്റെ തീരത്ത് നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ബോട്ടിലേക്ക് കയറി പോകാൻ പറ്റും. ബോട്ടിങ്ങിന് നമുക്ക് മെയിനായിട്ട് ഇവിടെ കൊടുക്കുന്ന കയാക്കിങ്, സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട്, മോട്ടോർ ബോട്ട്, ഷിക്കാര അങ്ങനെ എല്ലാത്തിൻ്റെയും ബോട്ടിങ് നമുക്കുണ്ട്. അതിൽ തന്നെ കയാക്കിംഗ് ആണെങ്കിൽ നമ്മൾ രാവിലെ സൺറൈസും സൺസെറ്റും ഓരോ പാക്കേജ് ചെയ്തത്. ആ പാക്കേജിൽ നമുക്ക് മോർണിംഗ് ആണെങ്കിൽ പെർ ഹെഡ് ഒരു 800 വരും, ഈവനിങ് 800 തന്നെ വരുന്നത്. മോർണിംഗ് പാക്കേജിൽ നമുക്ക് 3 മണിക്കൂർ റൈഡ്, ഗൈഡ് കാണും, കൂടെ ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. വൈകുന്നേരത്തെ റൈഡ്, ഈവനിങ് സൺസെറ്റ് റൈഡ് ആണെങ്കിൽ നമുക്ക് 3 മണിക്കൂറത്തെ റൈഡ്, ഗൈഡുണ്ട്, ടീ ആൻഡ് സ്നാക്സ്, റിഫ്രഷ്മെൻറ്റും ഉണ്ട് ആ കൂട്ടത്തിൽ. സ്പീഡ് ബോട്ട് ആണെങ്കിൽ നമുക്ക് 10 മിനിറ്റ്സ് കറങ്ങാൻ വേണ്ടി പെർ ഹെഡ് 300 വെച്ച് വരും. അതല്ല നമ്മുടെ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് പാക്കേജ് ആണെങ്കിൽ ഒരു 4500 5000 വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാവും. 8 പേർക്ക് വരെ പോകും. 8 പേര് പോകണമെങ്കിൽ നമുക്കൊരു 500 600 ഇടയ്ക്കേ നിൽക്കത്തുള്ളൂ. അത് സ്പീഡ് ബോട്ട് റൈഡ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കുട്ടനാട് ഏരിയ, അതായത് ആരും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ, കുട്ടനാടിൻ്റെ ഉള്ള ഏരിയ, ഈ സിനിമയിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ, അവിടെ നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകുന്നത്. ചെറിയ നേർത്ത തോടുകളാണ്, അതിൽ മറ്റ് ബോട്ടൊന്നും വരില്ല, നമ്മുടെ ബോട്ട് മാത്രമേ പോകും. അത്രയ്ക്ക് നേർത്ത തോട്. ലൊക്കേഷൻ അത് കറക്റ്റ് എന്ന് പറയും. നമുക്ക് പൂപ്പള്ളി ജംഗ്ഷൻ, ഇപ്പോൾ ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ നെടുമുടി പാലം കഴിഞ്ഞ് പൂപ്പള്ളി ജംഗ്ഷന് റൈറ്റ് തിരിയണം. റൈറ്റ് തിരിഞ്ഞ് പൂപ്പള്ളി കൈനേരി റോഡിൽ ഒരു 1/2 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ്. ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിൽ ആലപ്പുഴ കളർകോട് ജംഗ്ഷൻ AC റോഡിൽ കയറുക. അവിടുന്ന് പള്ളാത്തുരുത്തി പാലം കഴിഞ്ഞ് ഒരു 4 കിലോമീറ്റർ, നെടുമുടി പാലത്തിന് മുമ്പ് പൂപ്പള്ളി ജംഗ്ഷൻ, അവിടുന്ന് ലെഫ്റ്റ് തിരിയുക. ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും ഈ പൂപ്പള്ളി കൈനേരി റോഡിൽ 1/2 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും സ്ഥലമാണ്. പൊടിമീൻ വറുത്തത്, ഇത് നെന്മീൻ ഫ്രൈ ഉണ്ട്, ഇത് ഡക്ക് റോസ്റ്റ് അല്ലേ, മപ്പാസ്, ഇത് ബീഫ്, കക്കായിറച്ചി, ഇതിൻ്റെ മീന പാലക്കാട്. അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. മീൻകറി ആണെങ്കിൽ ആവശ്യത്തിന് എരിവും പുളിയും. ഇനിയിപ്പം ഉപ്പും പുളിയൊക്കെ ഇത് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ചോ, നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളിവിടെ പറഞ്ഞാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഇവിടെ പാകം ചെയ്ത് തരുന്നത്. ഇനി ഫുഡ് മാത്രമല്ല, ഇവിടുത്തെ ആംബിയൻസ് മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കാണാം, പാടത്ത് കൃഷി കഴിഞ്ഞ പാടത്ത് വെള്ളം കയറ്റിയിരിക്കുന്നു, അവിടെ താറാവ് നീന്തി കളിക്കുന്നു. അത് മാത്രമല്ല, എപ്പോഴും ഒരു കാറ്റാണ്. വഞ്ചിവീട് ഒരു നല്ല ഫുഡ് സ്പോട്ട് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം നമുക്കൊരു വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആർക്കും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. ഫുഡും നല്ലതാണ്, ഇവിടുത്തെ ആംബിയൻസ് നല്ലതാണ്, ഇവിടുത്തെ സർവീസ് വളരെ നല്ല സർവീസാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.